ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ യൂണിറ്റായ മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒറ്റക്കല്ലിൽ തീർത്തതും ചെത്തിമിനുക്കിയതുമായ ക്ഷേത്രങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടു. ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി എന്നറിയപ്പെടുന്നു. എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സൽത്തനറ്റ് പീരിയഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഈ രീതിയിൽ പണികഴിപ്പിച്ച കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും നോക്കൂ. ആർക്ക്, ഡോം ആൻഡ് മിനററ്റ്സ്. ഈ രീതിയിലുള്ള വാസ്തുവിദ്യാശൈലിയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. വാസ്തുവിദ്യാരംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടത്. ഈ വാസ്തുവിദ്യാ രീതിയുടെ ചില സവിശേഷതകൾ പരിശോധിക്കാം. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങളുണ്ടാക്കി. സ്കിൽഡ് ആർക്കിടെക്ട്സ് ഫ്രം ടർക്കി and Persia were brought to India for the construction of different structures. The indigenous sculptors, laborers and masons also joined them. The Indo-Islamic style evolved out of the amalgamation of the styles of both groups. Let us examine the major features of this style. Arcs, domes and minarets were the notable features of this style. Figures of flowers and plants were carved for decorating buildings. Mortar, red stones and marbles were used for construction. Spacious gardens were set on the building premises. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത കുറേ നിർമ്മിതികൾ നമുക്ക് പരിചയപ്പെടാം. ഈ രീതിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽതുത്മിഷ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ്. ദി കുത്തബ് മിനാർ വാസ് ദി ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ദിസ് സ്റ്റൈൽ. The construction of the Qutb Minar was started during the reign of Qutbuddin Aibak, the founder of the Sultanate. Later, Iltutmish completed the construction. A tall tower and balconies projecting from it are the striking features of this building. ചിത്രങ്ങൾ നോക്കൂ. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാറിൻ്റെ ചിത്രമാണ് ആദ്യത്തേത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ചിത്രമാണ് രണ്ടാമത് കാണുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. The Indo-Islamic style became popular during the Mughal period. The Mughal kings constructed several forts, mosques, and tombs in this style. Let us have a look at a few of these constructions. Humayun's tomb in Delhi is an epitome of this style. It is situated at the center of a beautiful garden. This tomb is made of red stone and marble. The Taj Mahal was constructed in the style and form of this monument. ഈ ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രം ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ ശവകുടീരത്തെ മാതൃകയാക്കി നിർമ്മിക്കപ്പെട്ട മറ്റൊരു നിർമ്മിതിയാണ് താജ്മഹൽ. താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇന്തോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. The Taj Mahal in Agra, constructed by Shah Jahan in memory of his wife Mumtaz Mahal, is the best example of Indo-Islamic style of architecture. White marble was used for its construction. മുംതാസ് മഹലിൻ്റെയും ഷാജഹാൻ്റെയും ചിത്രങ്ങൾ നോക്കൂ. ഇവർക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ ഒരു സ്മാരകം കൂടിയാണ് താജ്മഹൽ. ചിത്രം നോക്കൂ. ഇതാണ് ചെങ്കോട്ട, റെഡ് ഫോർട്ട്. ഇതും ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് ചെങ്കോട്ട എന്ന പേര് വരാൻ കാരണമെന്തായിരിക്കും? മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. Why Red Fort named so? This is the most important fort built during the Mughal period. The fort is made entirely of red sandstone. Another building constructed in this style is the Jama Masjid in Delhi. Marble and red stone were used for its construction. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദിൻ്റെ ചിത്രം നോക്കൂ. ഈ ചിത്രങ്ങൾ നോക്കൂ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട നിർമ്മിതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഈ ചിത്രത്തിൽ കാണുന്ന നിർമ്മിതികളും അതുപോലെ തന്നെയാണ്. ഇവയെല്ലാം ഏത് നിർമ്മിതികളാണ്? കൂട്ടുകാർക്കറിയാമോ? ഇവയാണ് ബാമിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്. ഇത് ബിജാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ. ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ രണ്ടും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. ദി ഗോൾ ഗുംബസ് ഇൻ ബിജാപൂർ constructed during the reign of Bahmani Sultans, and the Charminar in Hyderabad constructed during the reign of the Qutb Shahi Sultans are also examples of Indo-Islamic style of architecture. ഈ ചിത്രങ്ങൾ നോക്കൂ. വ്യത്യസ്തമായ ക്ഷേത്ര നിർമ്മിതികളാണ്, അല്ലേ? അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. അവയുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മുൻകാല നിർമ്മിതികളിൽ നിന്ന് ഇവയിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഇവ പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചു. അലങ്കാര പണികളുള്ള തൂണുകൾ നിർമ്മിച്ചു. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. Vittala Swami Temple and Hazara Rama Temple are the important temples
built during the medieval period by the Vijayanagara kings of South India. Let us see how these structures are different from the earlier ones. They are multi-storied and built of chiseled rocks. Mandabas were built adjacent to the temples. Pillars with carvings were constructed. Temples were expanded. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോഥിക് ശൈലി എന്നറിയപ്പെടുന്നു. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മുകളിൽ ചർച്ച ചെയ്ത വാസ്തുവിദ്യാ ശൈലികളിലുള്ള നിർമ്മിതികൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. During the 16th century, the Portuguese introduced a new style of architecture in India. It is known as the Gothic style. Pointed towers and arcs are the major features of this style. The St. Francis Church in Kochi and the Bom Jesus Church in Goa are examples of this style. The buildings constructed in the styles of architecture discussed above are the symbols of the rich and diverse culture tradition of India. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. രണ്ടാമത്തേത് ഗോവയിലെ ബോം ജീസസ് ചർച്ചും. ഇനി ചില പ്രവർത്തനങ്ങൾ നോക്കാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലുള്ള നിർമ്മിതികളുടെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഐഡൻറ്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഉത്തരം എല്ലാവർക്കും അറിയാം. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ആർക്സ്, ഡോംസ് ആൻഡ് മിനററ്റ്സ് were the notable features of this style. Figures of flowers and plants were carved for decorating buildings. Mortar, red stones and marbles were used for construction. Spacious gardens were set on the building premises. ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം. ഇവിടെ ഒരു നിർമ്മിതിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരും പ്രത്യേകതകളും നമ്മൾ എഴുതണം. ആദ്യത്തെ ചിത്രം ഉദാഹരണമാണ്. നിർമ്മിതി ഏതാണെന്ന് നോക്കൂ. ബൃഹദീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നു. ചോളരാജാവായ രാജരാജനാണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ വിസ്തൃതവും ഉയരമേറിയതുമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രമാണ്. ബാക്കിയുള്ളവ കൂടി നമുക്കിങ്ങനെ എഴുതി നോക്കിയാലോ. രണ്ടാമത്തെ ചിത്രം നോക്കൂ. കുത്തബ് മീനാർ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽതുത്മിഷ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ്. അടുത്ത ചിത്രമോ? അത് താജ്മഹലാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇന്തോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഹുമയൂണിൻ്റെ ശവകുടീരത്തെയാണ്. ആദ്യത്തെ ചിത്രം ഏതാണ്? ചെങ്കോട്ട. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണിത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതോ? അത് ജുമാ മസ്ജിദാണ്. ഇന്തോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബൃഹദീശ്വര ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ തഞ്ചാവൂർ ഇൻ തമിഴ്നാടു. കൺസ്ട്രക്റ്റഡ് ബൈ രാജരാജ ദ ചോള കിങ്.
one of the spacious and tall temples in India. Multi-storied temple made of chiseled stones. Qutb Minar. The Qutb Minar was the first building constructed in Indo-Islamic style. The construction of the Qutb Minar was started during the reign of Qutbuddin Aibak, the founder of the Sultanate. Later, Iltutmish completed the construction. A tall tower and balconies projecting from it are the striking features of this building. Taj Mahal. The Taj Mahal in Agra, constructed by Shah Jahan in memory of his wife Mumtaz Mahal, is the best example of Indo-Islamic style of architecture. White marble was used for its construction. The Taj Mahal was constructed in the style and form of Humayun's tomb. Red Fort. This is the most important fort built during the Mughal period. The fort is made entirely of red stone. Jama Masjid. Another building constructed in Indo-Islamic style is the Jama Masjid in Delhi. Marble and red stone were used for its construction. ഇന്തോ-ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയെക്കുറിച്ച് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.